കണ്ണാടി, ഗ്ലാസ്, മിറർ. ഗ്രീക്ക് ഭാഷയിൽ എസോപ്ട്രാൻ എന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 13:12, 2 കൊരിന്ത്യർ 3:18, യാക്കോബ് 1:23. പ്രകാശരശ്മികളെയോ വസ്തുക്കളുടെ പ്രതിബിംബങ്ങളെയോ പ്രതിഫലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മിനുസവും തിളക്കവും ഉള്ള പ്രതലങ്ങൾ. സ്ഫടികം കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിക്കുന്ന കണ്ണാടി സമതലമോ അവതലമോ ഉത്തലമോ ആയിരിക്കും. ബൈബിളിൽ പറയപ്പെട്ടിട്ടുള്ള കണ്ണാടികൾ ലോഹനിർമ്മിതങ്ങളാണ്. കണ്ണാടിയുടെ ഈറ്റില്ലം എവിടെയാണെന്ന് കൃത്യമായി പറയാൻ സാധ്യവുമല്ല. പ്ലീനിയുടെ അഭിപ്രായത്തിൽ അത് ഫിനീഷ്യയാണ്. എന്നാൽ BC 2500 മുമ്പ് തന്നെ ഈജിപ്തിൽ കണ്ണാടികൾ നിർമ്മിച്ചിരുന്നു. ഈജിപ്തിൽ നിന്നാണ് നിനവെ, ഫിനീഷ്യ തുടങ്ങിയ ദേശങ്ങളിലേക്ക് കണ്ണാടി നിർമ്മാണം കടന്നു ചെന്നത്. BC 750 അശൂര്യർ കണ്ണാടി നിർമ്മിച്ചിരുന്നു. ഫിനീഷ്യർ കണ്ണാടി മുത്തുകൾ നിർമ്മിച്ച് അതിനെ ആദായകരമായ ഒരു വ്യവസായമാക്കി മാറ്റി. റോമൻ യുഗത്തിൽ സുതാര്യമായ കണ്ണാടി ആഡംബര വസ്തുക്കളിൽ ഒന്നായിരുന്നു. എബ്രായർ കണ്ണാടി ഉപയോഗിക്കാതിരുന്നത് മിസ്രൈമ്യ വസ്തുക്കളോടുള്ള വെറുപ്പ് മൂലമായിരിക്കണം. ലേവ്യപുസ്തകം 18:3. മിനുസപ്പെടുത്തിയ ഓടുകൊണ്ട് അവർ ദർപ്പണങ്ങൾ നിർമ്മിച്ചിരുന്നു. പുറപ്പാട് 38:8. പഴയ നിയമത്തിൽ കണ്ണാടിയെക്കുറിച്ചുള്ള ഏക പരാമർശം യോബ് 28:17 മലയാളത്തിൽ സ്ഫടികം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ എബ്രായ പദം സെക്കൂക്കിത്ത് എന്നാണ്. ഈ ജീവിതത്തിൽ ലഭിക്കുന്ന ആത്മീയ അറിവിനെ കണ്ണാടിയിലൂടെ മങ്ങിക്കാണുന്ന പ്രതിബിംബത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ സാദൃശ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. 1 കൊരിന്ത്യർ 13:12. യാക്കോബ് 1:23 സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണത്തെ കണ്ണാടിയോട് സാമ്യപ്പെടുത്തുന്നുണ്ട്.